എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വാഹനത്തിൻ്റെ RC ഉടമയുടെ മൊബൈൽ നമ്പർ RCയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. മൊബൈൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കാം. RC സംബന്ധമായ എന്ത് ഓൺലൈൻ പ്രോസസ്സുകൾ ഇനി മുതൽ ചെയ്യണമെങ്കിലും നമ്മൾ RCയിൽ ഉടമയുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇത് RC ഉടമയുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കുകയും വേണം. ഇത്തരത്തിൽ RCയും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെ വിവിധ ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ നൂറുകണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം മുകളിൽ ഇടത് സൈഡിലായി 3 വരകൾ കാണാം. ആ 3 വരയിൽ പ്രസ് ചെയ്താൽ താഴെയായി വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് തൊട്ട് താഴെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, വണ്ടിയുടെ നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവസാനം 4 ഡിജിറ്റ് ഉണ്ടാകണം. 4 ഡിജിറ്റ് ഇല്ലെങ്കിൽ ഇടത് സൈഡിൽ 0 ചേർത്ത് 4 ഡിജിറ്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഒരു ചെക്ക് ബോക്സ് കാണാം. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം അതിനും താഴെയായിട്ട് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കാണാം. ആ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അതിന് മുകളിലായിട്ട് വീണ്ടും പ്രൊസീഡ് കാണാം. അവിടെ പ്രസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകണം. ഇതാണ് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡ്. ഇവിടെ കാണുന്ന ലിങ്കുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ഓൺലൈൻ സർവീസുകൾ ചെയ്യുവാൻ സാധിക്കുന്നത്. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ബ്രാക്കറ്റിൽ ആധാർ ബേസ്ഡ് എന്ന് കാണാം. ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചാണ് നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും താഴെയായിട്ട് മറ്റൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് മൊബൈൽ നമ്പർ ബ്രാക്കറ്റിൽ വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ വിൽ ബി ഡൺ അറ്റ് RTO. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു ലിങ്ക് അപ്ഡേറ്റ് മൊബൈൽ വെരിഫിക്കേഷൻ അറ്റ് വിൽ ബി ഡൺ അറ്റ് RTO എന്നുള്ള ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും ഓൺലൈനായിട്ട് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് RTOയിൽ പോയിട്ടാണ് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത്. അതെങ്ങനെ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ നേരത്തെ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്നതിൽ കാണിക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസ്ഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. തുടർന്ന് ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത രജിസ്ട്രേഷൻ നമ്പർ ഡീഫോൾട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഷാസി നമ്പർ, അതായത് ചേസിസ് നമ്പർ എന്ന് നമ്മൾ പറയുന്ന ആ ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ആധാർ OTP എന്ന് നമുക്ക് കാണാം. ആ ആധാർ OTPക്ക് നേരെയുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ റൗണ്ട് എനേബിൾ ചെയ്യുമ്പോൾ തൊട്ട് താഴോട്ട് കുറേ ലിങ്കുകൾ കൂടി വരും. അവിടെ നമുക്ക് ആധാർ നമ്പർ എന്ന് കാണാം. ആ ആധാർ നമ്പറിന് നേർക്കുള്ള റൗണ്ടും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം RC ഉടമയുടെ ആധാറിൻ്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ RC ഉടമയുടെ ആധാറിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ. ഞാനിവിടെ RC ഉടമയുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് താഴെയായി ഒരു ചെക്ക് ബോക്സ് കാണാം. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം തുടർന്ന് താഴോട്ട് അതിൻ്റെ കണ്ടീഷൻസാണ്. താഴോട്ട് വന്നതിന് ശേഷം അവിടെ നമുക്ക് ഗെറ്റ് OTP എന്നുള്ള ലിങ്ക് കാണാം. ആ ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്താൽ RC ഉടമയുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് OTP വരുന്നതാണ്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വന്നില്ലെങ്കിൽ വീണ്ടും റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ചിലപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല. അങ്ങനെ വന്നാൽ അവിടെ ഗോ ഇറ്റ് എന്നുള്ളൊരു ലിങ്ക് ടാബുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് കുറേ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു പേജ് വരുന്നതാണ്. ഇതിലാദ്യം കൊടുക്കേണ്ടുന്നത് നമ്മൾ ആദ്യം കൊടുത്തതുപോലെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചേസിസ് നമ്പർ എന്ന ഷാസി നമ്പർ ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം RC ബുക്കിലുണ്ടാകും. അത് അതേപോലെ ഫുള്ള് ടൈപ്പ് ചെയ്യണം. പിന്നീട് എൻജിൻ നമ്പരും ഫുള്ള് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഡേറ്റ്, എന്നാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന്
RC ബുക്കിലുണ്ടാകും, അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ രജിസ്ട്രേഷൻ ഫിറ്റ്നസ് വാലിഡ് അപ് ടു എന്ന് വരെ രജിസ്ട്രേഷൻ ഉണ്ട്. സാധാരണ 15 വർഷമൊക്കെയാണ്. അത് എത്രയാണെന്ന് വെച്ചാൽ അതവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 15 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്കൊക്കെയാണ് ഫിറ്റ്നസ് ഉള്ളവർക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ഷോ ഡീറ്റെയിൽസ് എന്ന് കാണാം, അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് താഴോട്ട് 2 ലിങ്കുകൾ വരുന്നതാണ്. ഇത് രണ്ടും ആധാറുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ആധാറിലെ പേര്, RC ഉടമയുടെ ആധാറിലെ പേര് എന്താണോ അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് RTO ഓഫീസിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നേരത്തെ കാണിച്ചല്ലോ, ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതായത് ആധാറിലെയും RCയിലെയും ഉടമയുടെ പേരിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് ഇത് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അതിനുശേഷം തൊട്ട് താഴെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇതെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം നമ്മൾ താഴോട്ട് വരണം. അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, കണ്ടീഷൻസ്. ആ ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ വെരിഫൈ എന്ന് കാണാം. ആ വെരിഫൈയിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ നമുക്ക് ആധാറിൽ RC ഉടമയുടെ പേര് എങ്ങനെയാണോ അതവിടെ കാണിക്കുകയും തൊട്ട് മുകളിലായിട്ട് ഒരു മൊബൈൽ നമ്പറിൻ്റെ കോളമുണ്ട്. അവിടെ നേരത്തെ മൊബൈൽ നമ്പർ ആയിരിക്കും വന്നിട്ടുണ്ടാകുക, അവസാന ഡിജിറ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്നത് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരികയും മൊബൈൽ നമ്പർ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നെഴുതി കാണിക്കുന്നതുമാണ്. ഇതോടെ ഈ ഒരു പ്രോസസ്സ് സക്സസ്ഫുള്ളായിട്ട് അവസാനിക്കുന്നതാണ്. ഉടൻ തന്നെ നമുക്ക് മറ്റ് പ്രോസസ്സുകൾ, ഓൺലൈൻ പ്രോസസ്സുകളിലേക്ക് കടക്കാനും കഴിയും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.